ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണല്ലോ. ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഊർജിതപ്പെടുത്താൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും ഭാരതത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഈ ചെറുപ്പക്കാരുടെ പ്രസ്ഥാനമായിട്ടുള്ള ബജറംഗ് ദൾ. വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള 18 അല്ലെങ്കിൽ ചെറുപ്പക്കാരികളായ 35 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ദുർഗാവാഹിനിയും അതേ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ബജറംഗ് ദളിൻ്റെയും പ്രവർത്തനം വളരെ സജീവമാണ്. ഭാരതത്തിലെമ്പാടും തന്നെ കേരളത്തിലും സജീവമാണ്. എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് ബജറംഗ് ദളിലേക്ക് ആൾക്കാർ വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതത്തിലെമ്പാടും തന്നെ ഈ ബലോപാസന കേന്ദ്രങ്ങൾ, നമ്മൾ മലയാളത്തിൽ പറയുകയാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വേണ്ടി സാധാരണഗതി ജിംനേഷ്യങ്ങളെന്ന് പറയാം. ഇന്ന് നാടുനീള ജിംനേഷ്യങ്ങളുണ്ട്. ചില പ്രത്യേക വിഭാഗക്കാരാണ് അതിനകത്തെ കൂടുതൽ ജിംനേഷ്യങ്ങളുടെ നടത്തിപ്പും ഒക്കെ ചെയ്യുന്നത്. നമ്മളുടെ പല ആൺകുട്ടികളും അവിടേക്ക് പോകുന്നു, ഇവരുടെ കെണിയിൽ വീഴുന്നു. പെൺകുട്ടികളും പോകുന്നു, പ്രോട്ടീൻ പൗഡർ ഉൾപ്പെടെ ആവശ്യമില്ലാതെ കഴിച്ച് ശരീരത്തിനെ മസിൽ പിടിപ്പിക്കുന്നു. പക്ഷെ അവർ ശരീരമെന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെ പറ്റി മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ. അതിനൊരു പരിഹാരമുണ്ടാകണം. ശരീരം മാത്രമല്ല, രാഷ്ട്രമുണ്ട്, സംസ്കാരമുണ്ട്, സനാതന ധർമ്മമുണ്ട്. ഇക്കാര്യങ്ങളോടൊപ്പം ശരീരത്തിൻ്റെ വികസനവും ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ചില ക്രമീകരണങ്ങളും പദ്ധതികളും കേരളത്തിലും ബജറംഗ് ദൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉടൻ തന്നെ ഒരു സന്തോഷ വാർത്ത, കേരളത്തിലെ വ്യാപകമായിട്ട് ജിംനേഷ്യങ്ങൾ, ബലോപാസന കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ ആരംഭിക്കുകയാണ് ബജറംഗ് ദൾ. ഈ അടുത്ത് തന്നെ ഒരു മാസക്കാലത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ 15 ജിംനേഷ്യങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിനുശേഷം എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപകമായ രീതിയിൽ ഈ ജിംനേഷ്യങ്ങൾ, ബലോപാസന കേന്ദ്രങ്ങൾ വരാൻ പോവുകയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം. അന്നേരം അവർ വന്നിട്ട് ശരീരം ഇങ്ങനെ കസർത്ത് കാണിച്ച് മസിൽ ഉരുട്ടി കയറ്റുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് ഭാരതത്തിൻ്റെ സംസ്കാരം, എന്താണ് ഈ ഭാരതത്തിൻ്റെ വളർച്ചയിൽ യുവശക്തിയുടെ സ്വാധീനം, എന്താണ് സനാതന സംസ്കാരം എപ്രകാരമൊക്കെ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളിലെ യുവാക്കളുടെ പങ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഉള്ള കൃത്യമായ മാർഗനിർദ്ദേശത്തിനോടൊപ്പം തന്നെ ശരീരത്തിന് പ്രാധാന്യം നൽകണം യുവത്വം. ഇന്ന് നമുക്കറിയാം എല്ലാവിധമായ അസുഖങ്ങളുമാണ് ചെറുപ്പക്കാർക്കൊക്കെ തന്നെ, അല്ലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെ. ഇത് കൃത്യമായ എക്സർസൈസ് ഇല്ലാത്തതുകൊണ്ടാണ്. അന്നേരം നല്ല ഉറച്ച ഒരു ശരീരത്തിൽ മാത്രമേ ഉറച്ച ഒരു മനസ്സും നല്ല ഒരു തലച്ചോറും ഉണ്ടാകത്തുള്ളൂ എന്ന് തിരിച്ചറിവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബലോപാസന കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി തുടങ്ങാനാണ് വിശ്വ ഹിന്ദു പരിഷത്തും കേരളത്തിലെ ചില പ്രത്യേക വിഭാഗങ്ങൾ ഈ പറഞ്ഞ പോലെ കരാട്ടെ സെൻ്ററുകൾ, ഈ ജിംനേഷ്യങ്ങളൊക്കെ വ്യാപകമായി ആരംഭിക്കുന്ന ഒരു ആക്ഷേപമുണ്ട്. ആ സമയത്താണ് എന്തായാലും ബജറംഗ് ദളിൻ്റെ നേതൃത്വത്തിൽ ഈ പരിപാടി വരുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം, ബജറംഗ് ദളിനെ കുറിച്ച് അത്ര നല്ല കാര്യങ്ങളല്ല, വളരെ മോശപ്പെട്ട ഒരു നറേറ്റീവ് കേരളത്തിലും വ്യാപകമായി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പ്രതികരണശേഷിയുള്ള ചെറുപ്പക്കാരാണ് ബജറംഗ് ദളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും. ഹിന്ദുത്വത്തിനെതിരെയുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ, സനാതന സംസ്കാരത്തിനെതിരെയുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബജറംഗ് ദൾ പ്രതികരിക്കണം. അതിനുവേണ്ടിയുള്ള സംവിധാനം തന്നെയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടായപ്പോൾ ബജറംഗ് ദളില്ല, ദുർഗാവാഹിനിയില്ല. ഓരോ കാലഘട്ടം ആവശ്യപ്പെട്ട സൃഷ്ടിയുടെ ഒരു സംഭവം തന്നെയാണ് ബജറംഗ് ദൾ. വിശ്വ ഹിന്ദു പരിഷത്ത് ആരംഭിച്ച ചില യാത്രകളുണ്ട്. സീതാരാമ യാത്ര എന്നും പറഞ്ഞാൽ അയോധ്യ ഇഷ്യൂമായി ബന്ധപ്പെട്ട സമയത്ത് ഇതിനെ ചില ഇസ്ലാമിക സംഘടനകൾ തടയും, അല്ലെങ്കിൽ ഈ യാത്ര ഞങ്ങൾ സമ്മതിച്ച് തരത്തില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് അശോക് സിംഗാൾജിയുടെയൊക്കെ നേതൃത്വത്തിൽ ആഹ്വാനം കൊണ്ടുകൊണ്ട് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ വന്നു ചേർന്ന് സ്വയമായിട്ടുണ്ടായത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നൊരു സംഭവമാണ് ബജറംഗ് ദൾ. നമുക്കറിയാം, ശക്തിയുടെ ഏറ്റവും വലിയ മൂർത്തിമത് ഭാവം ഭാരതീയ ചിന്താഗതി അനുസരിച്ച് ഹനുമാൻ സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ സേനയാണ് ബജറംഗ് ദൾ. എന്താണ് ബജറംഗ് ദളിൻ്റെ ലക്ഷ്യങ്ങൾ ഇതാണ്. നല്ല സമൂഹത്തിലെ ചെറുപ്പക്കാരെ കൊണ്ട് നല്ല ചെറുപ്പക്കാരുടെ സൃഷ്ടി തന്നെയാണ്. നമുക്കറിയാം, വ്യക്തി നിർമ്മാണമാണ് രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം തന്നെ സംഘത്തിനകത്തുണ്ട്. അതേപോലെ തന്നെ നല്ല ചെറുപ്പക്കാരെ വാർത്തെടുക്കുകയാണെങ്കിൽ അവർ രാഷ്ട്രത്തിന് വേണ്ടി, സനാതന സംസ്കാരത്തിന് വേണ്ടി, അവരുടെ തന്നെ വിഭാഗത്തിലെ ചെറുപ്പക്കാരുടെ ഉന്നതിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന നല്ല കാര്യപ്രാപ്തിയുള്ള ശേഷിയും ക്ഷേമുഷിയുമുള്ള ചെറുപ്പക്കാരുടെ സൃഷ്ടിയാണ് ബജറംഗ് ദളിൽ കൂടി ആലോചിക്കുന്നത്. നമുക്കറിയാം, ഉത്തരേന്ത്യയിലെയൊക്കെ ചില സ്വാഭാവികമായ പ്രതികരണങ്ങൾ ബജറംഗ് ദളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ വക്രീകരിക്കുകയും പർവ്വതീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇവരേതാണ്ട് ഭീകര സംഘടനയാണ്, IS പോലെയുള്ള എന്നൊക്കെ രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ബജറംഗ് ദളിനെയൊക്കെ ചിത്രീകരിക്കുന്നത്. ഈ ബജറംഗ് ദൾ എന്ന് പറയുന്നത് എന്താണെന്ന് പോലും പല മാധ്യമങ്ങളിലെ വാർത്തകൾ കാണുമ്പോൾ നമുക്ക്, ബജറംഗ് ദൾ ഒരു സ്വതന്ത്ര സംഘടനയല്ല, അത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ചെറുപ്പക്കാരുടെ അതിൻ്റെ ഒരു ആയാമാണ്, അതിൻ്റെ ഒരു ഉപവിഭാഗം മാത്രമാണ്. അവർ വളരെ സജീവമായി ഉത്തരേന്ത്യ. ഇപ്പോൾ ഈ സംഘത്തിൻ്റെ ഒരു
എന്താ കുടുംബത്തിൽപ്പെട്ടതാണല്ലോ അതെ. BHP. BHPയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു സംഘടന. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ ഇപ്പോൾ BJPക്ക് യുവമോർച്ചയുണ്ട്. അതേപോലെ തന്നെ വിശ്വ ഹിന്ദു പക്ഷത്തിൻ്റെ ചെറുപ്പക്കാരുടെ പ്രസ്ഥാനമാണ് ബജറംഗ് ദൾ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്കറിയാം കേരളത്തിൽ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ, രക്തദാന പരിപാടികൾ, വ്യാപകമായ രക്തദാന ക്യാമ്പുകൾ ബജറംഗ് ദൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഡ്രഗ്സിനെതിരായിട്ട്, മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രചാരണ പരിപാടികൾ വ്യാപകമായി നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലവ് ജിഹാദിനെതിരായിട്ട് നമ്മുടെ പെൺകുട്ടികളെ, സനാതന സംസ്കാരത്തിൽ പിറന്നിട്ടുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ വളരെ തീവ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു പൊതുവായി നോട്ടീസ് അടിച്ചുകൊണ്ടോ ബാനർ വെച്ചുകൊണ്ടോ ചെയ്യുന്ന പരിപാടികളൊന്നും തന്നെയല്ല. സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നു. അവരെയൊക്കെ തന്നെ ഏതാണ്ട് ഭീകരവാദികളെന്ന് ചിത്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂപടം കേരളം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. പക്ഷെ അതിനൊക്കെ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഈ ബജറംഗ് ദളിൻ്റെ ബലോപാസന കേന്ദ്രങ്ങൾ, ജിംനേഷ്യങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ തുടങ്ങാൻ പോവുകയാണ്. അത് ദുർഗാവാഹിനിയുടെ പ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികൾക്കും ഇതിൻ്റെ സൗകര്യം ഉപയോഗിക്കാം. ഈ പല ജിംനേഷ്യങ്ങളും ഇന്ന് ചൂഷണത്തിന്റെ വേദിയാണ്. അതെ, ഒരുപാട് പരാതികൾ ഈ ജിംനേഷ്യങ്ങളെ പറ്റി വരുന്നുണ്ട്. അതിനൊരു പരിഹാരം കൂടിയാണ് ഒരു പരിധി വരെ നമ്മുടെ ഹിന്ദു പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സ്വതന്ത്രമായി പോയി അത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള എക്സർസൈസ് ചെയ്യാനുള്ള വേദി. അവർക്ക് അവിടെ വേറെ ചൂഷണങ്ങളൊന്നും ഉണ്ടാകില്ല. ജിംനേഷ്യങ്ങളൊക്കെ വലിയ ഹൈടെക് ആണ്. അതെ, അതുപോലെയാണോ? അതേപോലെ തന്നെ മിനിമം ഹൈടെക് ആയിട്ടുള്ള ജിംനേഷ്യങ്ങളും തീർത്തും സൗജന്യമായിരിക്കും. താല്പര്യമുള്ള ഹിന്ദുത്വ അഭിമാന ബോധമുള്ള ഏതൊരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും പങ്കെടുക്കാവുന്ന സ്വതന്ത്രമായ ട്രെയിനർമാരൊക്കെ ഉണ്ടാവും. അതിന്റെ പ്രശസ്ത അങ്ങനെയുള്ള ട്രെയിനേഴ്സിനെയൊക്കെ റെഡിയാണതെല്ലാം. വ്യാപകമായി ആരംഭിക്കും. ഈ ഫെബ്രുവരി മാസത്തോടു കൂടി കേരളത്തിലെ 15 സ്ഥലങ്ങളിൽ ആരംഭിക്കും. അതിൻ്റെ എല്ലാ മിഷനറികളും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും റെഡിയാണ്. അതിന് ചില കെട്ടിടങ്ങൾ കണ്ടെത്തുക, അങ്ങനെയുള്ള ചെറിയ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഉടനെ തന്നെ പാലക്കാട് നമ്മുടെ അന്താരാഷ്ട്ര സെക്രട്ടറി ജനറലായിട്ട് ബജറംഗ് ലാൽ ബാങ്കഡാജി ഈ ഫെബ്രുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ആദ്യത്തെ പാലക്കാടാണ്. ഏകദേശം ഫെബ്രുവരി പകുതിയോടുകൂടി പാലക്കാട്, എറണാകുളം, ആറ്റിങ്ങൽ, കായംകുളം തുടങ്ങി 15 സ്ഥലങ്ങളിൽ ഉടൻ തന്നെ ആരംഭിക്കും. എറണാകുളത്തും പാവക്കുളം കേന്ദ്രീകരിച്ച്. ഏതായാലും നമ്മുടെ ചെറുപ്പക്കാർ ഇന്നിപ്പോൾ ഈ തെറ്റായ മാർഗത്തിലൂടെ പോകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം എല്ലാ കുടുംബങ്ങളിലുമുണ്ട്. ആ സമയത്ത് ഉത്തരവാദപ്പെട്ട ഒരു സംഘടന ഉത്തരവാദിത്തത്തോടെ ശരിയായ തരത്തിലുള്ള ഒരു ഈ പറഞ്ഞ പോലെ ബലോപാസന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ഹിന്ദു കുടുംബങ്ങൾ ഇത് തിരിച്ചറിയട്ടെ, ഇത് ഉപയോഗപ്പെടുത്തട്ടെ, ഇത് നാട് മുഴുവൻ വ്യാപിക്കട്ടെ. തീർച്ചയായും.